ബന്ധം നമ്മളെ കൊണ്ട് പറയാണ്, അതാ ഇവിടെ എല്ലാ സംഗതിയും സിഎം വലുതാണ് ചെയ്യുന്നത് എന്നാ സുന്നിയുടെ വിശ്വസിക്കുന്നത്. സുന്നികൾ അങ്ങനെയൊന്നല്ല വിശ്വസിച്ചു. അതല്ലേ ഒരു ചങ്ങാതി വാട്ടുപാടി എടുക്കുന്നത്, ആരാ നിങ്ങളെ പടച്ചോ, നീ മടവൂരി ഞങ്ങളെ പടച്ചോനാന്ന് തന്നെ. അത് ഈ പറഞ്ഞ റാഫിളത്തിന്റെ വാദമാണ്. ഞാൻ പറയട്ടെ നിങ്ങളോട്, ഒരുപാട് പാർട്ടിക്കാരുണ്ട് ഇന്ത്യ രാജ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, വലതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരു വിഷയത്തിനിക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു പ്രയോഗത്തിനെയോ അതല്ലെങ്കിൽ ഒരു പരാമർശത്തെയോ ചർച്ച ചെയ്യപ്പെട്ട് ആ പരാമർശത്തിൻ്റെ പേരിൽ അതിന് വേണ്ട മറുപടി അർഹിക്കുന്നതായ രീതിയിൽ പ്രത്യേകക്കാർക്ക് പ്രത്യേകമായ രീതിയിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പൊതുസമൂഹത്തിന് ആവശ്യമായ രീതിയിലും അതിൻ്റെ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിച്ചു. വീണ്ടും അതിങ്ങനെ തോണ്ടി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ ഒരു പ്രയോഗം അല്ല. സ്വാഭാവികമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ, ആരിഫീങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അമ്പിയാക്കളുടെ അനന്തരക്കാരായിട്ടാണ്. അമ്പിയ മുർസലീങ്ങളുടെ അനന്തരക്കാരായിട്ടാണ് ഔലിയാക്കളെയും ആരിഫീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. അവരുടെ ഡ്യൂട്ടിയും അതാണ്. ജനങ്ങളെ നന്നാക്കുക, തർബിയത്ത് ചെയ്യുക, ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അള്ളാഹുവിനെയും റസൂലിനെയും വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെയും റസൂലിലേക്കും ചേർക്കുന്നതായ വസ്തുവിനെ ഹൃദയത്തിലേക്ക് വെച്ച് കൊടുക്കുക. അതിലൂടെ അവരെ തർബിയത്ത് ചെയ്ത് അതിനെ പരിപോഷിപ്പിച്ച് ഹക്കായ പാതയിലേക്ക് അവരെങ്ങനെ സഞ്ചരിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് അള്ളാഹുവിൻ്റെ മശായിഖന്മാർ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. സ്വാഭാവികമായിട്ടും വലിയാവുക അല്ലെങ്കിൽ ഒരു ആരിഫായ മനുഷ്യനാവുക എന്നുള്ളത് ആർക്കും തോന്നിയാൽ കിട്ടുന്ന ഒന്നല്ല. മൊയിലേരാവുക എന്നുള്ളത് പോലെയല്ല വലിയാവുക എന്ന് പറഞ്ഞാൽ. മൊയിലേരാവാൻ ആർക്കും പറ്റും. നാളെ തന്നെ എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് കിതാബ് ഓതിയിട്ട് ഏതെങ്കിലും ഒരാളെ മുമ്പ് പോയി കിതാബ് ഓതിയിട്ട് ഒരു തലയിലും കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആളെ പേര് മൊയിലേരെന്നായി. ഇതങ്ങനെയല്ല. ഇത് എവിടെയെങ്കിലും പോയിട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് പൂർത്തിയാക്കി അവസാനം പട്ടം വാങ്ങി പോരേണ്ട സംഭവമല്ല. ഇതിനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു തിരഞ്ഞെടുക്കുക, അള്ളാഹുവിൻ്റെ മുഖ്താരീങ്ങളായ അടിമകളിൽ പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക്കലി അടിസ്ഥാനപരമായ കാര്യം. അള്ളാഹു തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ തിരഞ്ഞെടുക്കുക. ഒന്നുകിൽ ആ വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി അള്ളാഹിനെ തിരഞ്ഞെടുക്കണം. അള്ളാഹു തിരഞ്ഞെടുക്കുക എന്ന അവസ്ഥയിലേക്ക് ഒരാൾക്ക് പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കഴിയുന്ന കാര്യമാണ്. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അപാരമായ അള്ളാഹുവിൻ്റെ തൗഫീക്കിൻ്റെ ഉടമകൾക്ക്. പക്ഷെ അള്ളാഹുവിനെ തിരഞ്ഞെടുക്കുന്നൊരു വിഭാഗമുണ്ട്. അത് അവർക്ക് സംഘടന ഒന്നും ഉണ്ടാവില്ല. അവർക്ക് പകുതി സംഘടന, പകുതി രാഷ്ട്രീയം, പകുതി അള്ളാഹ്, പകുതി റസൂല്. അതും സംഘടനക്കാർ പറയണത് പോലത്തെ അള്ളയും റസൂലേ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള അള്ളാഹിനും റസൂലിനെയും പറ്റൂല. അങ്ങനത്തെ അവസ്ഥയിലൂടെ പോകുന്ന ആളുകൾക്ക് പറഞ്ഞതല്ല അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ വഴി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ വിലയിരുത്തുക എന്നതും ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയായിനെ ഒരു സഹായ ബ്രാഞ്ചായിട്ട് കാണുന്ന വിഭാഗങ്ങളുണ്ടാവും. നമുക്കെന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴോ പ്രയാസങ്ങൾ വരുമ്പോഴോ പോയിട്ട് പറയാനുള്ള ഒരു ഡോക്ടർമാരെ പോലത്തെ ഒരു വിഭാഗമായിട്ട് അള്ളാഹിൻ്റെ ഔലിയാക്കളെ കണ്ട് മക്ബറയിൽ പോകുന്ന ആളുകളുണ്ടാവും. ഒരു നിഷ്കളങ്കമായ വിശ്വാസത്തോടു കൂടെയാണ് ആ പോകുന്നതെങ്കിൽ അവരുടെ ആ ഒരു ഉദ്ദേശത്തിനേക്ക് ചിലപ്പോൾ തക്കതായ പരിഹാരങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, അതൊന്നുമല്ല പ്രധാനം. അവരുടെ രോഗങ്ങളോ മറ്റോ ദുന്യവിയായ കാര്യങ്ങളോ അല്ല. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അടുത്തേക്ക് പോകുന്നത് ഹയാത്തുള്ള കാലത്താവട്ടെ അല്ലെങ്കിൽ ഹയാത്തിന് ശേഷമാവട്ടെ, അവർ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ അടുത്തേക്ക് പോകുന്നത് ഇത് ഹിദായത്തിൻ്റെ ഗോപുരങ്ങളാണ്. പണ്ഡിത സമൂഹം കല്ലെറിഞ്ഞവരാകട്ടെ ആവാതിരിക്കട്ടെ, ഇത് അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ ഗോപുരങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാൽവെപ്പ് എടുത്തു വെച്ച അടിമകളുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളിലും മാറ്റമുണ്ടാവും, വിശ്വാസങ്ങളിലും മാറ്റമുണ്ടാവും, ഓരോ പ്രയോഗങ്ങളിലും മാറ്റമുണ്ടാവും. ഓരോ താങ്ങാൻ പറ്റുന്നവർ താങ്ങുക, അല്ലാത്തവർ പോയി പണി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹാന്മാരെ പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റുന്നവരെ പോലും
അംഗീകരിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല ഈ പറയുന്ന വിഭാഗത്തിലേക്ക്. കാരണം എന്താണ്, ഇവർ മഹാന്മാരെ കണ്ടത് ഇവരുടെ സംഘടന സത്യമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഇവർക്കുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ മഹാന്മാരെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ മഹാന്മാരെ കണ്ടത് അങ്ങനെയല്ല, ഓരോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഒരു ജീവിതത്തിൽ എല്ലാത്തിനും ഉപരിയായി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സകല ചരാചര വസ്തുക്കളെക്കാളും ബാലപാഠം പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയുന്ന ഹദീസാണിത്. സകല വസ്തുക്കളെക്കാളും അള്ളാഹുവിൻ്റെ മഹാന്മാരെ മുൻനിർത്തി കാണുന്ന വിഭാഗം, അവർ അള്ളാഹുവിനെയാണ് തിരഞ്ഞെടുത്തത്, അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് തിരഞ്ഞെടുത്തത്, അള്ളാഹുവിൻ്റെ മഹാന്മാരെയാണ് തിരഞ്ഞെടുത്തത്. അത് മുസ്ലിം അള്ളാഹുലേക്ക് ചേർക്കുന്നവരെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തിനേക്കാളും കട്ടിയുണ്ടാവും, കനമുണ്ടാവും. അതിനൊരു പക്ഷേ സ്വാഭാവികമായിട്ടും നോർമൽ അവസ്ഥയിൽ നമ്മുടെ രോഗങ്ങൾ മാറ്റാനും പട്ടുപുതക്കാനും നൂല് മന്ത്രിക്കാനും വെള്ളത്തിൽ മന്ത്രിച്ചൂതാനും കാണുന്ന ഔലിയാക്കളെ കാണുന്നവരെ പോലെ ഇവരെ കാണാൻ സാധ്യമല്ല എന്നതാണ്. കാരണം ഇവർ റസൂലിനെ സ്വഹാബത്ത് കണ്ടത് എങ്ങനെയാണോ അതേ രീതിയിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരെ കണ്ടവരാണ്. എന്നിട്ട് ഒരാളെ പിൻപറ്റുന്നവരുമാണ്. അവർക്ക് മാഫി കൽബി ഒയറുള്ള, അതാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി കൽബി ഒയറുള്ള. ഒയറില്ലാതിരിക്കണം, അവിടെയാണ് അള്ള ഉണ്ടാവുള്ളൂ, അള്ളാൻ്റെ ആളുകൾ ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കുറേ സംഘടന, കുറേ രാഷ്ട്രീയം, കുറേ യുക്തിവാദം, കുറേ നിരീശ്വരവാദം, ഇടയ്ക്കെപ്പോഴെങ്കിലും അള്ളാൻ്റെ ഔലിയാക്കൾ, ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ഒരു മൗലിദ് 40 ദിവസം, അങ്ങനത്തെ അവസ്ഥയിലൂടെ പോകുന്ന ആളുകൾക്ക് മുസ്ലിമെന്നോ അല്ലെങ്കിൽ മുഅ്മിനെന്നോ സുന്നിന്നോ പറയാൻ പൂർണ്ണാർത്ഥത്തിൽ സാധ്യമല്ല. പൂർണ്ണാർത്ഥത്തിൽ അത് സാധ്യമാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരെ പിടിക്കേണ്ടതുപോലെ പിടിച്ച് ഹിദായത്തിൻ്റെ ഗോപുരങ്ങളായി അംഗീകരിച്ച് അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ അസ്ഹാബി കന്നുജും ഫബി അയ്ഹിം ഇഖ്തദൈത്തും ഇഹ്തദൈത്തും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഏതെങ്കിലും ഒരാളെ പിൻപറ്റി ആ ആളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ ആളെ കിബിലയാക്കി മുന്നേറണം. എന്നാൽ മാത്രമേ ഇത്തരം ഇൽമുകൾ ഓരോരുത്തരോട് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കും. അതിനൊന്നും മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പണിയല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലതിന് തൗഫീക്ക് നൽകട്ടെ. റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ.